ഹായ് ഗൈസ്, എല്ലാവർക്കും കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന മൈസൂരിലെ മനോഹരമായ കൊട്ടാരമായ മൈസൂർ പാലസിലേക്കാണ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. മുതിർന്നവർക്ക് 120 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അതുപോലെ ഇവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്. അവിടെ നമ്മുടെ ബാഗുകളൊക്കെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. എല്ലാ വർഷവും നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി ഇവിടമാണ്. നമുക്കറിയാം, കേരളത്തിന് ഏറ്റവും അടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കർണാടകയിലെ മൈസൂര്. കാലങ്ങൾ പഴക്കമുള്ള രാജകൊട്ടാരം നമുക്കിവിടെ കാണാം. ഇവിടേക്ക് യാത്ര ചെയ്യുന്നവരാരും ഒരിക്കലും വിടാതെ സന്ദർശിക്കുന്ന ഒരിടമാണ് മൈസൂർ പാലസ്. മൈസൂർ പാലസിൻ്റെ അകത്തേക്ക് നമുക്ക് ചെരുപ്പുകൾ ധരിച്ച് പോകാൻ സാധിക്കില്ല. ചെരുപ്പുകൾ സൂക്ഷിക്കാനായി ഇവിടെ ഒരു കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് ചെരുപ്പുകൾ കൊടുക്കാവുന്നതാണ്. വളരെ ആകർഷകമായ ടൈലുകളാണ് താഴെ വിരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മെയിൻ എൻട്രൻസിൽ എത്തി. ഇവിടെ നമുക്ക് ടിക്കറ്റ് കാണിച്ചതിന് ശേഷം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെ പഴയ കൊട്ടാരത്തിൻ്റെ രൂപമാതൃക കാണാം. അതുപോലെ ചാമുണ്ടേശ്വരിയുടെ ഒരു പ്രതിമയും കാണാം. മൈസൂർ പാലസിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1300കളിൽ ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിരുന്ന സമയങ്ങളിൽ ഇത് പൂർണ്ണമായും തടിയിലായിരുന്നു നിർമ്മിച്ചിട്ടുള്ളത്. ആ സമയത്തെ കൊട്ടാരത്തിൻ്റെ രൂപമാതൃകയാണ് നമ്മൾ മുമ്പ് കണ്ടത്. കൂടാതെ ഇവിടെ ചുമരുകളിൽ പലതരം പെയിൻറ്റിങ്ങുകൾ കാണാം. അവിടുത്തെ ചില പെയിൻറ്റിങ്ങുകൾ അവിടുത്തെ ദസറ ഉത്സവത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിലമതിക്കാനാകാത്ത ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഈ കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള ആദ്യത്തെ ഹാള്. ഇതാണ് കല്യാണ മണ്ഡപം. ഈ കല്യാണ മണ്ഡപം രാജകുടുംബത്തിലെ വിവാഹ ആഘോഷങ്ങൾ, ജന്മദിനാഘോഷങ്ങൾ, മറ്റ് പ്രധാന ആഘോഷങ്ങൾ എല്ലാം നടത്തിയിരുന്നത് ഈ ഹാളിൽ വെച്ചാണ്. 8 വശങ്ങളോടുകൂടി വളരെ മനോഹരമായ അഷ്ടഭുജാകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് രാജകുടുംബത്തിലെ അംഗങ്ങളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രശാലയിലേക്കാണ്. ഓരോ തലമുറയിലെയും ചിത്രങ്ങൾ നമുക്കിവിടെ കാണാം. ഒരുപാട് മനോഹരമായ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ലോകപ്രശസ്ത ചിത്രകാരനായിരുന്ന രാജാ രവിവർമ്മ അദ്ദേഹം വരച്ച 2 ചിത്രങ്ങളും ഈ മൈസൂർ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ കാണുന്ന ചിത്രം. ഈ കൂട്ടത്തിൽ വിദേശ ഭരണാധികാരികളുടെയും ചിത്രങ്ങൾ കാണാം. തൊട്ടടുത്ത ഈ റൂമിനെ കാസ്കറ്റ് റൂം എന്നാണ് പറയുന്നത്. ഇവിടെ രാജാക്കന്മാർ സമ്മാനങ്ങളും പാരിതോഷികങ്ങളൊക്കെ കൈമാറിയിരുന്ന ചന്ദനമതിൽ തീർത്ത ഒരുപാട് പെട്ടികൾ കാണാം. ഹാളുകളുടെ ഭിത്തികളിലെല്ലാം തന്നെ ഹിസ്റ്റോറിക്കലായ പെയിന്റിങ്ങുകൾ വരച്ചു വെച്ചിരിക്കുന്നു. കൂടുതലായും ദസറ മഹോത്സവത്തിന് ചിത്രങ്ങളാണിത്. ഒന്നാമത്തെ ഹാളായ ഈ കല്യാണ മണ്ഡപം കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വിൻഡോ ഡോറിലൂടെ നമുക്ക് ഒരു നടുമുറ്റം കാണാം. വടയാർ രാജവംശത്തിലെ രാജാക്കന്മാരെല്ലാം ഗുസ്തി മത്സരങ്ങളുടെ വലിയ ആരാധകരായിരുന്നത്രേ. അങ്ങനെ മത്സരങ്ങൾ നടത്തുന്നതിനും കാണുന്നതിനും വേണ്ടിയായിരുന്നത്രേ ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നത്. ഇവിടെ നമുക്കൊരു ലിഫ്റ്റ് കാണാം. നമ്മളിവിടെ സൈഡിലായിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിലൂടെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു മുറിയിലേക്കാണ് എത്തിച്ചേരുന്നത്. അങ്ങനെ നമ്മൾ മറ്റൊരു റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് ചെയർ റൂമാണ്. ഇവിടെ സിൽവർ ചെയേഴ്സൊക്കെ കാണാം. അതുപോലെ ഇത് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു മിറർ കാണാം. ഇതെല്ലാം രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഇരിപ്പിടങ്ങളാണ്. ഇതിൽ നടുക്ക് കാണുന്നത് ഒരു ആനയുടെ ഓർമ്മയ്ക്കായിട്ട് ആനയുടെ കൊമ്പും കൊണ്ട് ഉണ്ടാക്കിയ ഇരിപ്പിടമാണ്. അങ്ങനെ ചെയർ റൂമിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഹാളിലെല്ലാം ദസറാഘോഷത്തിൻ്റെ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള പെയിൻറ്റിങ്സ് ഒക്കെ കാണാം. മൈസൂർ കൊട്ടാരത്തിൻ്റെ മുറ്റത്തായി ഇതുപോലെ നിരവധി പീരങ്കികൾ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. ദസറ നടക്കുന്ന സമയത്ത് ഈ പീരങ്കികൾ വെച്ചാണത്രേ ആചാരവെടി വെക്കുന്നത്. ഇവിടെ നമുക്ക് മനോഹരമായിട്ട് ദേവിയുടെ വിഗ്രഹങ്ങളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാം. ഇൻഡോ സാർസനിക് വാസ്തുവിദ്യ പ്രകാരമാണ് കൊട്ടാരത്തിന്റെ നിർമ്മാണം. ഹിന്ദു, ഇസ്ലാം, രാജപുത്ര, ഗോത്തിക് വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഇൻഡോ സാർസനിക് വാസ്തുവിദ്യ. ഈ സ്റ്റെപ്പ് കയറി മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ രാജാവിൻ്റെ സ്റ്റാച്ചു കാണാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ ഹാള് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ മനോഹരവുമായിട്ടുള്ള ഒരു പ്ലേസാണ്. ഇത് ദസറ ഹാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഇരുന്നാണ് രാജാവ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ ഭീമാകാരമായ ഗ്രാനൈറ്റ് ശിലകൾ കൊണ്ടുണ്ടാക്കിയ മനോഹരമായ കൊത്തുപണികൾ കൊണ്ടുണ്ടാക്കിയ വലിയ തൂണുകൾ കാണാം. അതുപോലെ ദസറ ഹാളിന്റെ മേൽക്കൂരകളുടെ പെയിന്റിംഗ് എന്ന് പറയുന്നത് ദശാവതാരം പെയിന്റിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തൂണുകൾക്ക് പുറകിലായി ചുമരിൽ രാജാ രവിവർമ്മ വരച്ച മനോഹരമായ സീതാ സ്വയംവരത്തിന്റെ ഓയിൽ പെയിന്റിങ്ങുകളും കാണാൻ സാധിക്കും. മൈസൂർ ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിന്റെ കാലത്താണ് മൈസൂർ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത്. അംബ വിലാസ് കൊട്ടാരം എന്നാണ് ഇതിനെ പ്രാദേശികമായി അറിയപ്പെടുന്നത്.
അടുത്തതായിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് പ്രൈവറ്റ് ദർബാർ ഹാളിലോട്ടാണ്. ഏറ്റവും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു ഭാഗം എന്ന് വേണേൽ പറയാം. ആഡംബരം നിറഞ്ഞ കൊത്തുപണികളുള്ള തൂണുകളും വാതിലുകളും ഇന്റീരിയറുകളുമാണ് ദർബാർ ഹാളിന്റെ വലിയൊരു ആകർഷണം. തൂണുകൾക്കെല്ലാം നീലയും സ്വർണ്ണ നിറവുമാണ് നൽകിയിരിക്കുന്നത്. രാജാവും അടുത്ത അനുയായികളും രാഷ്ട്രകാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ ഇരിക്കുന്ന സ്ഥലം. തേക്കുംതടിയിൽ കടഞ്ഞെടുത്ത സീലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അകത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് കരകൗശല വസ്തുക്കളൊക്കെ മേടിക്കാൻ കിട്ടും. ഇവിടുന്ന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ചെരുപ്പ് വെച്ചു കൊടുത്ത കൗണ്ടറിൽ പോയി ചെരുപ്പ് മേടിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരുപാട് ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. കാണാനാണ് ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. നമുക്ക് ഈ പാലസിന്റെ ചുറ്റും നടന്ന് കാണാനുള്ളതുണ്ട്. മൈസൂരിനെ പൊതുവെ കൊട്ടാരങ്ങളുടെ നഗരമെന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. ഇതുൾപ്പെടെ 7 കൊട്ടാരങ്ങളാണ് ഈ നഗരത്തിലുള്ളത്. ഈ രാജകൊട്ടാരമാണ് മൈസൂരിന്റെ നഗരപ്രകൃതിയിലുള്ള കൊട്ടാരങ്ങളിൽ ഏറ്റവും മനോഹരം. മനോഹരമായ പൂന്തോട്ടങ്ങളുടെ നടുവിലായിട്ടാണ് ഈ പാലസിന്റെ സ്ഥാനം. ചാമണ്ടി കുന്നുകൾക്ക് അഭിമുഖമായി മൈസൂരിന്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ കൊട്ടാരമുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.